എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോക്ക് ഷോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഈ ഓർമ്മക്കുറവിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാലും. പ്രായം ആയവർക്കും പ്രായം ഇല്ലാത്തവർക്കും തോന്നാറുള്ള ഒരസുഖമാണ് ഓർമ്മക്കുറവ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഈ ഓർമ്മക്കുറവ് എന്നുള്ളതൊരു അസുഖമല്ല, അത് സ്വയം നമ്മൾ ഒന്ന് പരിശ്രമിച്ചാൽ മാറ്റിയെടുക്കാമെന്നുള്ള ഒരു കാര്യമാണ്. ഏറ്റവും കൂടുതൽ ഈ ഓർമ്മപ്പിശക് കണ്ടുവരുന്നത് ഏതാണ്ട് ഒരു 50-60 വയസ്സ് കഴിഞ്ഞവരിലാണ്. എന്നാൽ അത് അനായാസം മാറ്റാം. ഇതിൻ്റെ പ്രധാന കാരണം 60 വയസ്സ് കഴിഞ്ഞാൽ അവർ സ്വയം തീരുമാനിക്കും, എനിക്ക് 60 വയസ്സായി, ഓർമ്മപ്പിശകുണ്ട്. അവർ ഒപ്പം അവരുടെ വീട്ടുകാരോ സുഹൃത്തുക്കളോ ഒക്കെ പറയും. അപ്പോൾ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, അച്ഛൻ ഓർമ്മപ്പിശകുണ്ട് അല്ലെങ്കിൽ അപ്പൂപ്പന് ഓർമ്മപ്പിശകുണ്ട്, അതൊരിക്കലും പറയരുത്. നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളോട് നിങ്ങൾ തന്നെ മനസ്സിൽ വിചാരിക്കരുത്. ഏറ്റവും കൂടുതൽ ഓർമ്മപ്പിശക് 60 വയസ്സിൽ കൂടുതൽ ഉള്ളവർക്ക് വരാൻ കാരണം അവരുടെ മനസ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഓർമ്മകളെന്ന് വെച്ചാൽ കുഞ്ഞു ഓർമ്മകളായിരിക്കില്ല. 60 വർഷത്തെ ഇവൻ ശൈശവം മുതലുള്ള ആ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. രണ്ടാമത്, വളരെ വലിയ പദവികൾ വഹിച്ചവരായിരിക്കാം, പല പൊസിഷനിൽ വർക്ക് ചെയ്തവരായിരിക്കാം. അതെല്ലാം അതിൻ്റെ അനുഭവങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടാകും. എന്നാൽ ഇതിനെക്കുറിച്ച് അവർ സ്വയം ചിലപ്പോൾ മറന്നു പോകുന്നു. ആദ്യം ചെയ്യേണ്ടത്, കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മൾ എവിടെയെങ്കിലും വീട്ടിൻ്റെ ഒരു ഭാഗത്ത്, ഉദ്ദേശം ഈവൻ വാഹനത്തിൻ്റെ കീ തന്നെ മറ്റു പലതും എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മറന്നു പോകും. അപ്പോൾ നമ്മൾ വീട്ടുകാരുടെ ചോദിക്കും, മോനെ മോളെ എൻ്റെ ഒരു സാധനം കാണില്ല, കണ്ടോയെന്ന് ചോദിക്കുമ്പോൾ, ഈ അപ്പൂപ്പന് ഈ അച്ഛന് ഓർമ്മയൊന്നുമില്ല, അപ്പൂപ്പ ഒന്ന് നോക്കി വെച്ചുകൂടി എന്നൊക്കെ അവരിങ്ങോട്ട് ശകാരിച്ചെല്ലാം മനസ്സിൽ മന്ത്രിക്കും. അത് തെറ്റാണ്, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഇതിന് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ആദ്യം മുതിർന്നവർ ചെയ്യേണ്ടത്, നിങ്ങൾ എപ്പോഴും ഒരു കുഞ്ഞു ഡയറി ഒരു പെന്നും സൂക്ഷിക്കുക. പലപ്പോഴും നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളും പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ കടന്നുകൂടി വരും. നിങ്ങളൊന്ന് ഓർക്കും. അപ്പോൾ ആ ഓർമ്മയിൽ ചിലതൊക്കെ മറന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു നിങ്ങൾക്കൊരു ഓർമ്മകൾ വരുന്ന കാര്യങ്ങൾ അതിനപ്പം മറക്കരുത്, അതിന് അപ്പം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ എല്ലാവർക്കും നമ്മുടെ ഒരു ഡേ ടു ഡേ പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ ഏത് പ്രഗത്ഭ വ്യക്തികളായിരുന്നാലും അവർക്ക് ഓഫീസ് അസിസ്റ്റൻ്റാണ്, അവരുടെ സെക്രട്ടറിയാണ്, ഇതില്ലാത്തവരും ഉണ്ടാകും. വലിയ വ്യക്തി അവരെന്താ ചെയ്യുക, അവർ സാധാരണ എല്ലാം ചെയ്യുന്നതാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ നാളെ ചെയ്യേണ്ടത് നമ്മുടെ ഒരു പേപ്പറുള്ള ഒരു ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചാൽ അനായാസം നമ്മൾ ആ ഡയറി ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ പറ്റും. പിന്നെ നമ്മുടെ ഓരോ സാധനവും വയ്ക്കുന്ന ഒരു നിശ്ചിത സ്ഥലം കാണും, അവിടെ നമ്മൾ ചിലപ്പോൾ വച്ചേക്കണം. ഈ പലരും സംഭവിക്കുന്നത്, ഈ നമ്മുടെ വണ്ടിയുടെ കീ, നമ്മൾ പുറത്ത് വണ്ടി എടുക്കാൻ വേണ്ടി ഇറങ്ങും, ആ കീ ഇവിടെ വെച്ചാൽ നമ്മൾ ഷൂസിലായിരിക്കും. എന്നിട്ട് നമ്മൾ വണ്ടിയുടെ എടുക്കുമ്പോൾ ഈ കീ വച്ച സ്ഥലത്തെക്കുറിച്ച് ഓർക്കില്ല, നമ്മൾ നേരെ ഉള്ളിൽ പോകണം, എവിടെ ഇരുന്ന് അവിടെ ആയിരിക്കും. കാരണം അവിടെയാണ് നമ്മൾ സാധാരണ വയ്ക്കുന്നത്. ഇങ്ങനെ കൊച്ചു പിശകുകൾ വരുമ്പോൾ അതിനൊരു അസുഖമായിട്ട് നമ്മൾ കാണരുത്. അപ്പോൾ നാം ചെയ്യേണ്ടത്, നാം ഈ സ്ഥലത്ത് നിന്ന് എങ്ങോട്ടൊക്കെയാണ് മൂവ് ചെയ്തെന്ന് ഓർത്തത്, നമ്മൾ എവിടെയായിരുന്നു, അങ്ങോട്ട് പോയിട്ടുള്ളൂ, വെറുതെ പോയിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ആ സാധനം ഉണ്ടാകുമെന്ന് കരുതിയാൽ മതി. രണ്ടാമത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഈ ലോകത്തുള്ള ഏത് രാഷ്ട്രങ്ങളെടുത്താലും അതിൽ 90% ആ രാജ്യത്തിൻ്റെ തലവന്മാർ, അതായത് ഭരണം നടത്തുന്നവർ മാക്സിമം 90%ഉം 60 വയസ്സിനോ 60 വയസ്സിനോ മുകളിലുള്ളവരായിരിക്കും. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഒരു കാൽക്കുലേഷൻ എടുക്കുക. അപ്പോൾ ഈ 60 വയസ്സ് കഴിഞ്ഞവർ രാജ്യം ഇത്രയും കാര്യങ്ങൾ ഭരിക്കുമ്പോൾ ഒരു നോർമൽ 60 വയസ്സുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് ഓർമ്മപ്പിശക് വരുന്നു? അപ്പോൾ ഇതെല്ലാം ഏത് വ്യക്തികളായിരുന്നാലും, ഏത് രാഷ്ട്രശില്പികളായിരുന്നാലും, ഏത് ശാസ്ത്രജ്ഞനായിരുന്നാലും, അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അവർ എപ്പോഴും അവരുടെ മനസ്സിൽ അതറിയുകയും ആ മനസ്സിൽ വരുന്ന ഓർമ്മകൾ അവരുടെ ഡയറിയിൽ കുറിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഓർമ്മ കുറവെന്നുള്ളതൊരു രോഗമായി നമുക്ക് കാണേണ്ടി വരുന്നില്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. എല്ലാ സുഹൃത്തുക്കളോടും പറയുന്നു,
ഇപ്പോൾ പ്രായമായവരിൽ കൂടുതൽ ഉപരി ഇപ്പോൾ ഓർമ്മപ്പിശക് വരുന്നത് ചെറുപ്പക്കാർക്കാണ്, പ്രായം കുറഞ്ഞവർക്കാണ്. കാരണം അവരുടെ ജോബിൻ്റെ പ്രഷർ, അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുടെ പ്രഷർ, അവരുടെ ഫാമിലി പ്രഷർ, ഇതെല്ലാം മനസ്സിൽ നടക്കുമ്പോൾ ഇവർ ആപ്പാടെ അശക്തരായി പോകണം. അപ്പോൾ ഒരു മനുഷ്യനാകുമ്പോൾ എല്ലാവിധ പ്രഷറും നമ്മളുണ്ടാകും. അതിന് ഏതാണ് നമ്മൾ അതിന് പ്രഷർ ഉണ്ടെന്നുള്ള ഒരു മനസ്സ് നമ്മൾ കൊടുത്തിരിക്കുന്നൊക്കെ എനിക്ക് പ്രഷറാണോന്നല്ല, പ്രഷർ നാച്ചുറലി ഉണ്ടാകും. ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാകേണ്ടത് മനുഷ്യനാണത്, ഉണ്ടാകും. ആ പ്രഷർ ഉണ്ടാകുന്നു എന്നതിനർത്ഥം നിങ്ങൾ സങ്കടപ്പെടണമല്ല, നിങ്ങൾ ടയർഡാകണമെന്നൊന്നുമില്ല. അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാം. ഏത് പ്രഷർ വന്നാലും നിങ്ങൾക്ക് ഉടൻ തന്നെ അതിനൊരു പ്രതിവിധി കണ്ടെത്താൻ പറ്റില്ല, അതിന് സമയമെടുക്കും. ആ സമയമെടുത്ത് ചെയ്യണമെങ്കിൽ ആ പ്രഷറിനൊന്ന് നമ്മൾ ഡിഫ്യൂസ് ചെയ്യണമെങ്കിൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, എപ്പോഴും നിങ്ങൾ എന്തുണ്ടെങ്കിലും ഒരു കുറിപ്പ് എഴുതുക, അതിന് ഓരോ ഒരു പ്രയോറിറ്റി കൊടുക്കുക. ഏതിനാണ് പ്രയോറിറ്റി അതങ്ങനെ തീർത്ത് വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ആ നോട്ട് ബുക്ക് നോക്കി എന്തൊക്കെ ചെയ്ത് അത് അടുത്ത ദിവസത്തേക്കൊന്ന് നോട്ട് ചെയ്യുക. വെരി സിമ്പിളാണ്. അല്ലാതെ എനിക്ക് രോഗിയായി ഞാൻ എന്തായി അങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്, ഈ 60 വയസ്സായവർ ചിന്തിക്കേണ്ടത് ഈ രാവിലെ ഒരു പേപ്പറും എടുത്ത് ഒരു എവിടെയെങ്കിലും ചേരലങ്ങോട്ട് കയറിയിരിക്കുക, അതിനെല്ലാം പേപ്പറിനെ ഒഴിക്കുക. ഒരിക്കലും ഒരു പേപ്പർ വായിക്കുന്നത് വലിയൊരു നല്ല ശീലമാണ്. എന്നാൽ കണ്ടിന്യൂ ഒരൊറ്റ സ്ട്രക്ചറിൽ ആ പേപ്പർ മൊത്തം വായിക്കാൻ ശ്രമിക്കാതിരിക്കുക. ഒരു 10 മിനിറ്റ് വായിക്കുക, പേപ്പറിനൊന്ന് മാറ്റി വയ്ക്കുക, ഒന്ന് മൂവ് ചെയ്യുക, ഒന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുക. ഒരിക്കലും നിങ്ങൾ ഫിക്സ് ചെയ്തൊരു സീറ്റ് നിങ്ങൾക്കായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങളുടെ വരാന്തയിൽ നിങ്ങൾ അതിലായിരിക്കും ഇരിക്കുക, പക്ഷെ ഒരിക്കലും അതിൽ മാത്രം ഇരിക്കുന്നത് അപ്പുറത്ത് മാറി ഒരു ചെയറിലും ഇരിക്കാം. അപ്പോൾ ഈ പൊസിഷൻ മാറി വരണം. അതൊരു ഹെൽത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒരിതാണ്. ഒരു ഡയറക്ഷനിൽ നോക്കുക, ഒരേ ഭാഗം മാത്രം വീക്ഷിക്കുക. ഗേറ്റാണെങ്കിൽ ഗേറ്റിൻ്റെ ഫ്രണ്ട് മാത്രം റൈറ്റ് നോക്കാതിരിക്കുക, ലെഫ്റ്റ് നോക്കാതിരിക്കുക, പിന്നിടുന്ന കഴുത്ത് തിരിഞ്ഞ് നോക്കാതിരിക്കുക. ഇതെല്ലാം തെറ്റാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ ലെഗിനും പലതിനും പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക. അത് വ്യായാമം രാവിലെ തന്നെ ആകണമെന്നില്ല, ഒന്ന് നടന്നാലും അത് വ്യായാമം തന്നെയാണ്. നിങ്ങളുടെ വീട്ടിന് ചുറ്റും നടക്കുക. കാരണം ഒരിക്കലും നമ്മൾ ഒരു കോൺസെൻട്രേറ്റ് ഓരോരുത്തർക്ക് ഒരു പോയിൻ്റ് മാത്രം നോക്കിയിരിക്കാൻ പാടില്ല, ഒരു പോയിന്റിൽ മാത്രം ചിന്തിക്കാൻ പാടില്ല. പല വിഭിന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അസുഖം ഉണ്ടാവില്ല. 60 വയസ്സെന്നുള്ള ആദ്യം ചിന്തിക്കേണ്ടത് നമ്മൾ പ്രായം ആയി എന്നുള്ള തെറ്റിദ്ധാരണ, അത് നമ്മുടെ മനസ്സിൽ കടത്തിവിടരുത്. ഈ പ്രായമെന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷൻ മാത്രമാണ്. നിങ്ങൾ നല്ല ആരോഗ്യത്തിന് നിങ്ങൾ മൊത്തം നല്ല രീതിയിൽ ഇരിക്കണമെങ്കിൽ അതിൻ്റെ പ്രധാന ഭാരവാഹിത്വം നിങ്ങൾ തന്നെയാണ് അത് വഹിക്കേണ്ടത്. അല്ലാതെ ഡോക്ടറല്ല, അല്ലാതെ മരുന്നല്ല, ഈ മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുന്നുള്ള ഗുളികയെല്ലാം വാങ്ങി ഇതൊന്നും അല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഞാൻ എൻ്റെ കഥ പറയാം. ഞാൻ രാവിലത്തെ ആഹാരം കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് 1 മണിക്കോ 1:30ക്കോ 2 മണിൻ്റെ ഫുഡ് കഴിഞ്ഞാൽ ഞാൻ ഫുഡ് കഴിക്കില്ല ഒരിക്കലും. ഇപ്പോൾ വർഷങ്ങൾ ഒത്തിരിയായി ഞാൻ മാംസ ആഹാരം കഴിക്കാറില്ല. ഞാൻ വൈകുന്നേരം എൻ്റെ ആഹാരത്തിൻ്റെ മാക്സിമം ഐ വിൽ ടേക്ക് 1 ലിറ്റർ വെള്ളം. 1 ലിറ്റർ വെള്ളം ഞാൻ കുടിക്കും. അപ്പോൾ ശരീരത്തിന് വളരെ ഉണർവും ഉന്മേഷവും ഉണ്ടാകും. നമുക്ക് യൂറിൻ സൗകര്യമായി എനിക്ക് മൂത്രം ഒഴിക്കാൻ പറ്റും നമുക്ക്. അത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. അപ്പോൾ ആൾക്കാർ 1 ലിറ്റർ വെള്ളം കുടിച്ചാൽ നൈറ്റിലൊക്കെ ഇറങ്ങി നമുക്ക് ഒത്തിരി ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അതേപോലെ തന്നെ രാവിലെ നിങ്ങൾ കഴിയുന്നതും ഒരു 2-3 ഗ്ലാസ് വെള്ളമായിരിക്കണം ആദ്യം കുടിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരിക്കണം 10, 15, 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു ചായ എന്താണെന്ന് സംതിങ്. ആഹാരത്തിൻ്റെ ക്രമീകരണം വളരെ പ്രധാനമാണ്. നിങ്ങൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു ഫുഡ് കഴിഞ്ഞാൽ ദെൻ യു ആർ ടേക്കിംഗ് ദ ഫുഡെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് 7 മണിക്കായിരിക്കും. നിങ്ങളുടെ സ്റ്റമക്കിലുള്ള ആഹാരത്തിന് ഡൈജഷനാകാൻ ഒരു ഫ്രീ ടൈം കിട്ടുകയെന്ന് പറയാം. സാവധാനം
ഇതില്ലാതെ ഒന്ന് ചിന്തിക്കുക. രാത്രി 1 മണിക്കും 2 മണിക്കും 3 മണിക്കും ഒക്കെ ഈ തട്ടുകടയിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ വയറ്റിന് നിങ്ങളുടെ ആ സ്റ്റമക്കിന് ഉണ്ടാക്കുന്ന ആ ഒരു അസ്വസ്ഥത നിങ്ങളറിയില്ല. നിങ്ങളാണ് യഥാർത്ഥം നിങ്ങളുടെ ആരോഗ്യത്തെ നശിച്ച് കളയുന്നത്. അതുകൊണ്ട് ദയവ് ഇതെല്ലാ സുഹൃത്തുക്കളോടൊന്ന് പറയുന്നു, പ്രായമായ 60 വയസ്സ് കഴിഞ്ഞവർ ഒരിക്കലും നിങ്ങൾ പ്രായമെന്നുള്ള ധാരണ മനസ്സിലുണ്ടാക്കാതിരിക്കുക. നിങ്ങളുടെ ആഹാരത്തിന് ക്രമീകരണം ഉണ്ടാക്കുക. കഴിഞ്ഞാൽ നിങ്ങൾ 2 നേരത്തിന് മാത്രം ആഹാരം കഴിക്കുക. 6 മണിക്ക് എന്തെങ്കിലും ചെറിയൊരു ലൈറ്റ്, എന്തെങ്കിലും ചെറിയ ലൈറ്റായിട്ട് കഴിക്കണം. കഴിയുന്നതും നിങ്ങളൊരു 12 മണിക്കൂർ നിങ്ങളുടെ വയറിന് കംപ്ലീറ്റ് ഫ്രീ കൊടുക്കുക. നിങ്ങൾ വളരെ ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കാൻ പറ്റും. ഒരു ഡയറക്ഷൻ നോക്കിയിരിക്കാതിരിക്കുക. പത്രം എടുത്ത മൊത്തം വായിച്ച് തീർക്കുക. കുറച്ച് മാറ്റി വെച്ച് എപ്പോഴും കയ്യിൽ ഒരു ഡയറി, ഒരു പേന വരുന്ന ഓർമ്മക്കുറിപ്പുകൾ കുറിച്ച് വയ്ക്ക്. പ്രയാപ്തി അനുസരിച്ച് ജീവിക്കുക. ഇന്ന് മുതൽ ഈ പ്രാക്ടീസ് തുടങ്ങിയ യുവർ ലൈഫ് വിൽ ബി ബെറ്റർ ആയിരിക്കും, സക്സസ്ഫുള്ളായിരിക്കും. നിങ്ങൾ മരുന്നുകളൊക്കെ ഒഴിവാക്കാം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.